സംഭവമാണ് നമ്മളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ മാധ്യമരോടുള്ള പെരുമാറ്റം. ഒരു മാധ്യമപ്രവർത്തകൻ മനഃപൂർവ്വമായിരിക്കില്ല, അറിയാതെ പുള്ളിയുടെ കണ്ണിൽ മൈക്ക് കാട്ടിയപ്പോൾ ലാലേട്ടൻ വളരെ എന്താ മോനെ വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. പുള്ളിയുടെ സ്ഥാനത്ത് വേറെ ആളാണെങ്കിൽ വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്തതാണ്. എനിക്കും ഇതുപോലൊരു അനുഭവം ലാലേട്ടനായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ സ്റ്റോയിക്കായി, വളരെ പക്വതയോടെ, വളരെ കൂളായിട്ട് പുള്ളി ഡീൽ ചെയ്യുന്ന പുള്ളി. ആ ക്ഷമയുണ്ട്. നെടുമുടി ഒരു പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിൻ്റെ ക്ഷമ ഭയങ്കരമാണ്. എന്തായാലും വളരെ നല്ല. എന്നിട്ട് ആ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തമാശയ്ക്ക് പറഞ്ഞു നീ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ലാലേട്ടൻ്റെ വലിയ ക്വാളിറ്റിയാണ്. പുള്ളി ദേഷ്യപ്പെട്ടില്ല, ഭയങ്കര ക്ഷമയുള്ള ആളാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ മോഹൻലാൽ സ്ഥാനത്ത് മമ്മൂട്ടിയോ സുരേഷ് ഗോപിയിലാണെങ്കിൽ സംഭവം വളരെ മോശമായിരുന്നു. ലാലേട്ടൻ വളരെ നൈസായിട്ട് ഡീൽ ചെയ്തു. ഇങ്ങനെയാണ് പുള്ളി എല്ലായിടത്തും. ദേഷ്യം തോന്നും, പക്ഷെ പ്രകടിപ്പിക്കില്ല. കഴിയാവുന്ന അത്ര സഹനശക്തി പോകാനുള്ള ഭയങ്കര ഹൈ ആണ്. അത് പുള്ളിയുടെ അമ്മയുടെ കിട്ടിയതാണ് പുള്ളി പറയുന്നത്. ഒരുപാട് സഹിക്കുന്ന ആളാണ്. പുള്ളിയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും പുള്ളി റിയാക്ട് ചെയ്യില്ല. പക്ഷെ പുള്ളി വേറെ ആൾക്കാർ പുള്ളി റിയാക്ട് ചെയ്യുമ്പോഴാണ് പുള്ളിയുടെ അടുത്തുള്ള വേറെ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ റിയാക്ട് ചെയ്യണം. പുള്ളിയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും പുള്ളി റിയാക്ട് ചെയ്യില്ല. ചെയ്ത്താൻ പറയുന്ന ആൾ പുള്ളി വിമർശിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ ഗാർമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളി പ്രതികരിച്ചത്. പുള്ളിയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും പുള്ളി റിയാക്ട് ചെയ്യില്ല. അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യും, സഹനശക്തി, ടോളറൻസ് ഉള്ള ആളാണ് ലാലേട്ടൻ. എല്ലാവരും ലാലേട്ടൻ പഠിക്കേണ്ടതാണ്. എസ്പെഷ്യലി ഇപ്പോൾ പുതിയ ഈ ഉണ്ണി മുകുന്ദൻ ഇവരെല്ലാം വളരെ മീഡിയയോടും മറ്റെല്ലാം വളരെ ഹാർഷായിട്ട് പെരുമാറുന്നു. അങ്ങനെ വളരെ നയപരമായി, വളരെ ഹമ്പിളായി, വളരെ സ്നേഹത്തോടെ, പക്വതയോടെ, സ്റ്റോയിക്കായിട്ട് ആളുകളോട് പെരുമാറുന്നത് ലാലേട്ടനാണ്. പിന്നെ അതേപോലെ വരുന്നത് ദിലീപാണ്. ഇവർ രണ്ടുപേരും വളരെ നല്ല ഹമ്പിളായിട്ട് ബിഹേവ് ചെയ്യുന്നു പബ്ലിക്കിനോട്. ആസ് ഓഫ് ടു ലാലേട്ടൻ.